സന്നിധാനം ഒരു രാത്രി കാഴ്ച. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. ശിവമണിയുടെ ഡ്രമ്മ് വായനയുണ്ട്, അത് നമുക്ക് കുറച്ചു നേരം കാണാം. അത് കഴിഞ്ഞ് നാളികേരം ഉടയ്ക്കുന്നതും കാണാം. അതുവരെ ഞാൻ സൈലൻ്റ് ആകുമോ. Thank you, thank you. നമ്മൾ അരവണ വാങ്ങാൻ പോകുന്നിടത്ത് അണ്ടർപാസ്സാണ്. 18-ാം പടി കയറുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ അണ്ടർ പാസിങ്. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നാണ് നമ്മൾ 18-ാം പടിയിലോട്ട് കയറുന്നത്. ഇത് നമ്മൾ 18-ാം പടി കയറാൻ വരുമ്പം ഇടത്തെ സൈഡിൽ നാളികേരം ഉടക്കുന്ന സ്ഥലമാണ്. ഈ നാളികേരം ഉടക്കുന്നത് ഒരു കണ്ടു നിൽക്കാനാണേലും ഉടയ്ക്കാൻ വരുന്നവർക്ക് വല്ല ഒരു രസം കൂടാണ്. ഓരോരുത്തർ എന്തോ ആവേശത്തോടെ വന്ന് നാളികേരം ഉടയ്ക്കുന്നതെന്നറിയാം. അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. ആഴി ഇവിടെയാണ് അരവണ കിട്ടുന്നത്. ഇത് ചിങ്ങം 1-ൻ്റെ തലേ ദിവസത്തെ തിരക്കാണ് ഈ കാണുന്നത്. അതായത് കർക്കിടകം 31-ാം തീയതിയുള്ള ഈ വീഡിയോയിൽ ഹരിഹരാസനം പാടി നടയടച്ച് 18-ാം പടി എല്ലാം കഴുകി വൃത്തിയാക്കുന്ന അത്രയുള്ള വീഡിയോയും, പിന്നീട് 4:30 മുതൽ 5 മണിക്ക് നട തുറന്ന് 5:30 വരെയുള്ള വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ ചിത്രീകരിച്ചേക്കുന്നത്. ഫുള്ള് കാണണം. പമ്പ മുതൽ സന്നിധാനവും ശബരിമലയും വേറൊരു വീഡിയോ ഉണ്ട്. അത് 22-ാം തീയതി 6 മണിക്ക് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ അകത്ത് തുലാഭാരം, ചോറൂണ് എല്ലാം ഉണ്ട്. ആ വീഡിയോ ചേർത്തിട്ടുണ്ട്. വാവർനട ഇവിടെ ആളും പേരും തീരെ കുറവായിട്ട് കാണുന്നത് ആളില്ലാത്തത് കൊണ്ടല്ല, മഴ അടിക്കടിക്കടിക്ക് പെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ അയ്യപ്പന്മാരെല്ലാം, ആയിരക്കണക്കിന് അയ്യപ്പന്മാർ വന്നിരിക്കുന്ന അവിടെങ്ങും ആരും ഇല്ലാത്തത്. എല്ലാവരും നടപ്പന്തലിലും മറ്റു ഭാഗങ്ങളിലോട്ടൊക്കെ അങ്ങ് ഒതുങ്ങി തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഭസ്മക്കുളത്തിലോട്ട് പോകുന്ന വഴിയാണ്. രാത്രി കാഴ്ചയാണ് മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഇത് നെയ്ത്തോണിയുടെ അതുവഴി ഒരു ഭസ്മക്കുളത്തിലോട്ട് അങ്ങോട്ടിറങ്ങുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഇത്. നെയ്ത്തോണിയിൽ ഓരോരുത്തർ വന്ന് നെയ്യൊക്കെ ഒഴിക്കുന്നത്. ഇത്രയും മഴയെല്ലാം പെയ്ത് കർക്കിടകം 31 പോലും നല്ല തിരക്കുണ്ട്. അയ്യപ്പന്മാർ തൊഴുത് ഇറങ്ങി കെട്ടിൻ്റെ അകത്തുനിന്ന് നെയ്ത്തേങ്ങ എടുത്ത് കല്ലല്ല, അവിടെ ഒരു സൈഡ് ഇരുമ്പ് പാളി വെച്ചിരുന്നു. ആ പാളിയെ അടിച്ച് ഉടച്ച് നെയ്യ് ഒഴിക്കും. സന്നിധാനത്തെ രാത്രി കാഴ്ചയാണ് ഇനി നമ്മൾ കാണുന്നത്. ഇത് മണി കെട്ടുന്ന സ്ഥലം. ചില സ്വാമിമാർ മണി കെട്ടി വരും. വന്ന് അയ്യനെ തൊഴുത് ആ ഇറങ്ങുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി മാളികപ്പുറത്തോട്ട് പോകുന്ന ആ വഴിയുടെ അവിടെയാണ് ആ മണി കെട്ടാനെ കൊണ്ടുള്ള ആ സ്ഥലം കൊടുത്തേക്കുന്നത്, ആ ബോർഡ് ഇരിക്കുന്നത്. കാരണം ശ്രദ്ധിച്ചത് നോക്കണം. കാരണം അത്രയും തിരക്കും കാരണവും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പം കാണത്തില്ല.
അതുകൊണ്ട് 18-ാം പടി ചവിട്ടി കയറി മുകളത്തെ ക്യൂ ഉണ്ട്. നല്ല തിരക്കാണ്. തുലാഭാരം അവിടെ വെച്ചാണ് നടക്കുന്നത്. തുലാഭാരം നടത്തുന്ന ആ തട്ടാണത്. ഇവിടെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോക്കൺ എടുക്കുന്നത്. വെളിയിലിറങ്ങിയിട്ട് എന്തെങ്കിലും വഴിപാട് നടത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് കയറി വരാൻ ഒരു മാർഗ്ഗവുമില്ല. നമ്മൾ ഈ വന്ന വഴി അല്ലെന്നുണ്ടെങ്കിൽ സിവിലിൽ മണിക്കൂറോളം ക്യൂ ഒക്കെ നിന്നൊക്കെ വേണം കയറി വരേണ്ടത്. എന്തെങ്കിലും വഴിപാട് നടത്താൻ മുൻകൂട്ടി പ്ലാനിങ് ഉണ്ടെങ്കിൽ തൊഴുത് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കയറി ടോക്കൺ വാങ്ങണം. ടോക്കൺ എന്ന് ഉദ്ദേശിക്കുന്നത് രസീത്. അന്യ സംസ്ഥാനത്തെ മലയാളികളും ഉണ്ട്. മലയാളികൾ എന്നാൽ കുറവാണ്. മറ്റ് സ്റ്റേറ്റിലുള്ളവരെല്ലാം വന്ന് അവരുടെ എല്ലാം ഇരുമുടിക്കകത്തുനിന്ന് നെയ്ത്തേങ്ങ എടുത്ത് എല്ലാവരുടെയും കൂടെ നെയ്യെല്ലാം ഒരുമിച്ച് ശേഖരിച്ച് അമ്പലത്തിൽ കൊടുക്കാനൊക്കെ ഉണ്ടാകും നെയ്യ് അഭിഷേകത്തിന് വേണ്ടി. 18-ാം പടി ചവിട്ടി കയറി അടുത്ത ക്യൂവിലോട്ട് കയറുന്ന സൈഡാണ്. 18-ാം പടി ചവിട്ടി കയറി നേരെ ഇടത്തോട്ട് തിരിയുക. സ്വാമി ശരണമയ്യപ്പ. നല്ല മഴയും പെയ്യുന്നുണ്ട്. വേണ്ട ഒരു ചെറിയൊരു കഥക് കണ്ടോ ആ ഗോപുരത്തിൻ്റെ. അതുവഴിയാണ് നെയ്യഭിഷേകത്തിന് നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് നമുക്ക് തിരികെ കിട്ടുന്നത്. ഇപ്പം രാത്രി ആയതുകൊണ്ട് നെയ്യഭിഷേകവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒന്നും ആളില്ലാത്തത്. അല്ലെങ്കിൽ നെയ്യഭിഷേകത്തിന് കൊടുത്തവർ രസീത് കയ്യിരിക്കണം. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. ആ രസീത് കാണിച്ചാലേ അവരങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ കയറ്റി വിടത്തില്ല. സ്വാമി ശരണമയ്യപ്പ. സന്നിധാനത്തെ രാത്രി കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. സ്വാമി ശരണമയ്യപ്പ. ഇവിടുന്ന് അടുത്തത് പോകുന്നത് മാളികപ്പുറത്തേക്കാണ്. സന്നിധാനത്തെ കാഴ്ചകൾ കഴിഞ്ഞു. സ്വാമി ശരണമയ്യപ്പ. ഇത് നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ജീവെല്ലാം ഒഴിച്ച് എല്ലാം കഴിഞ്ഞ് മാളികപ്പുറത്തിൻ്റെ അകത്തോട്ട് പോകുന്ന ഭാഗമാണ് കണ്ടത്. അവിടാണ് നമ്മൾ ഈ ഇരുമുടിക്കകത്ത് കൊണ്ടുവരുന്ന അരിയും മലരും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടാനൊക്കെ ഇടുന്നത്. അവിടെ അതിനുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ബോക്സ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാര്യം അത് ഇട്ടേക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അതറിയാം. പ്രത്യേകിച്ച് ആരോട് ചോദിക്കണ്ട. പിന്നെ സന്നിധാനത്ത് നിന്ന് തൊഴുത് കഴിഞ്ഞ് എവിടെയാണെന്ന് ചിലർക്ക് ഒക്കെ കൺഫ്യൂഷൻ വരും. ചിലർക്കെന്നല്ല, എല്ലാവരും പല പ്രാവശ്യം പോയി എക്സ്പീരിയൻസ് ഉള്ളവരല്ലല്ലോ. അതുകൊണ്ട് അവിടെ അറിയാവുന്ന ആരോടും ചോദിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആരോടും ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഇറങ്ങിയ മാളികപ്പുറത്തേക്ക് വരുന്ന ആ ഭാഗം വരുമ്പോൾ ഇതൊക്കെ ഇരിക്കുന്ന കാണാം. ഇപ്പം നമ്മൾ കാണുന്നതാണ് മാളികപ്പുറത്തെ രാത്രി കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ എല്ലാവരും മഴക്കോട്ടിട്ടേക്കുന്നു. മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ വീഡിയോ എല്ലാം ചിത്രീകരിക്കുന്നത് മഴ നനഞ്ഞുകൊണ്ടാണ്. ഞാൻ പമ്പ മുതൽ സന്നിധാനം വരെ മഴ നനഞ്ഞാ കയറി വന്നതും സന്നിധാനം മുതൽ പമ്പ വരെ മഴ നനഞ്ഞാ ഞാൻ പോയത്. പനിയും പിടിച്ചു. ഞാൻ പകലെടുത്ത വീഡിയോ സന്നിധാനവും മാളികപ്പുറവും പിന്നെ ചോറ് കൊടുക്കുന്നതും തുലാഭാരം നടത്തുന്നതും ഇതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം എടുത്ത് ഒറ്റ വീഡിയോ ചിങ്ങം 1-ാം തീയതി 3 മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ പനി കാരണം അത് നടന്നില്ല. മാളികപ്പുറത്ത് വഴിപാടായിട്ട് ചിലരൊക്കെ തേങ്ങ ഇങ്ങനെ ഉരുട്ടും. അതാ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിങ്ങനെ റൗണ്ട് ഇങ്ങനെ ഉരുട്ടും. ഇതിപ്പോൾ ഇന്നൊരു വഴിപാടായതുകൊണ്ട് കർക്കിടക 31 വഴിപാടായതുകൊണ്ട് ശകലം ആൾ കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതുവഴി ഈ തേങ്ങ ഉരുട്ടുകാരാണ് ഭക്തരാണ്.
ചിലപ്പോൾ നമ്മൾ നിലത്ത് ശ്രദ്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഉരുട്ടി വിടുന്ന തേങ്ങയിലൊക്കെ ചവിട്ടി ചിലപ്പോൾ നമ്മൾ വീണെന്നും വരും. അത് കൂടുതലും അത് ചെയ്യുന്നത് ഞാൻ മലയാളികളെ അധികം കണ്ടിട്ടില്ല. അതും അന്യ സംസ്ഥാനക്കാരാ ആ വഴിപാട് കൂടുതൽ ചെയ്യുന്ന ഈ തേങ്ങ ഇങ്ങനെ ഉരുട്ടുന്നത്. മാളികപ്പുറത്തമ്മേ ശരണം. അത് സിവിലിൽ ക്യൂ നിന്ന് കയറി പോകുന്ന ആ ഭാഗമാണ്. അതാണ്ട് ഇത് ആ ഇടത്തെ സൈഡിൽ കാണുന്നത്. വലത്തെ സൈഡിൽ നമ്മൾ തൊഴുതിട്ട് സന്നിധാനത്ത് അയ്യനെ തൊഴുതിട്ട് ഇറങ്ങി വരുന്ന ഇത് വലത്തെ സൈഡ്. ഇതാ മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു ഇടവഴി ഉണ്ടെന്ന്, തേങ്ങ ഉടച്ച് നെയ്യ് ഒഴിക്കുന്ന ആ ഭാഗത്തോട്ട് കയറുന്നത്. അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭസ്മക്കുളത്തിലോട്ട് ഇറങ്ങുന്ന ആ ഭാഗമായിട്ട് വരും. അങ്ങനെ എല്ലാവരെയും എന്നല്ല, ആരെയും കയറ്റി വിടത്തില്ല. അവിടെ പോലീസ് 2-3 പോലീസുകാരുണ്ട്. അതുവഴി കയറിപ്പോകാൻ അതുകൊണ്ട് തന്നെ പാടാം. പിന്നെ ഇറങ്ങി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ തൊഴുതിട്ട് ഇറങ്ങുമായതുകൊണ്ട് ഇറങ്ങി വരുന്നതിനൊന്നും പറയത്തില്ല. ഇത് മാളികപ്പുറത്തുനിന്ന് നമ്മൾ ഇറങ്ങി വന്ന് വലത്തോട്ട് ഒരു ശകലം ഉള്ളിലോട്ട് കയറി കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇത്. ഓരോരുത്തർ അയ്യപ്പന്മാർ തൊഴുതിട്ട് വന്ന് തേങ്ങയ്ക്കകത്ത് നെയ്യുകൾ ശേഖരിക്കുക റൗണ്ടിനിരുന്ന്. മഴ വേണ്ട തോരാതെ പെയ്തുകൊണ്ടിരിക്കുക. സ്വാമി ശരണമയ്യപ്പ. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞു. നട തുറന്നപ്പോൾ ഉള്ള ആ തിരക്കൊക്കെ കഴിഞ്ഞു. ഇപ്പം തൊഴാൻ 18-ാം പടി ചവിട്ടാൻ വരുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഹരിഹരാസനം പാടി നട അടയ്ക്കാൻ പോകുന്ന ഭാഗമാണ്. എല്ലാവരും ഹരിഹരാസനം കേട്ട് കൂടെ പാടിക്കൊണ്ട് നിൽക്കുവാണ്. ഹരിഹരാസനം കഴിഞ്ഞു. 18-ാം പടി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. നടയെല്ലാം അടച്ചതിന് ശേഷം ഓരോരുത്തർ വന്ന് ഇന്ന് 18-ാം പടിയോടൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരൊക്കെയാണ് ആ കണ്ടത്. അങ്ങനെ നടയടച്ചു. സ്വാമിമാരെല്ലാം ഉറക്കത്തിലൊക്കെയായി. നല്ല തണുപ്പാണ്, മഴയുണ്ട്. എല്ലാവരും നല്ലപോലെ പുറച്ച് മൂടിക്കിടന്ന് ഉറങ്ങും. ചിലരൊക്കെ അയ്യപ്പൻ്റെ ദർശനം കണ്ട് അതിൻ്റെ നടയിൽ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. നടപ്പന്തലിലെ ആ സ്റ്റേജും കാര്യങ്ങളാണ്. നടപ്പന്തലിൻ്റെ ഇങ്ങേ അറ്റം മുതൽ നമ്മൾ ആ ഇറങ്ങി വരുന്ന അങ്ങേ അറ്റം വരെ നിറഞ്ഞ് അയ്യപ്പന്മാർ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഭാഗത്തെല്ലാം നിറഞ്ഞ് അയ്യപ്പന്മാർ കിടന്നുറങ്ങേണ്ടതാണ്. പക്ഷേ മഴ പെയ്ത് മൊത്തം വെള്ളമാണ്. അത് മാത്രമല്ല, മഴ തോരുന്നില്ല. നട അടച്ച ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വാമി ശരണയ്യപ്പ. നേരം വെളുത്ത് 4 മണി കഴിഞ്ഞ് പലരും ക്യൂവിൽ നിന്ന് എണീക്കാൻ തുടങ്ങി. പലരും നേരം വെളുത്ത കാര്യം അറിഞ്ഞിട്ടുമില്ല. അവിടെ ഇവിടെയെല്ലാം കിടന്നുറങ്ങുന്നുണ്ട്. 4:30 ആകുമ്പം മേപ്പോട്ട് ഉള്ള ഇത് തുറന്നു വിടും. വേണ്ട, അവിടം തുറന്നു വിട്ട് ഇനി 18-ാം പടി ഇടവിടം തുറക്കുന്നത് കാത്ത് അയ്യപ്പന്മാരിങ്ങനെ നിൽക്കുക. സ്വാമി ശരണയ്യപ്പ. എല്ലാവരുടെയും മനസ്സിൽ പോയി നാളികേരം ഉടച്ച് എത്രയും പെട്ടെന്ന് 18-ാം പടി ചവിട്ടി കയറി അയ്യനെ തൊഴുക എന്ന ഉദ്ദേശത്തിൽ നിൽക്കുക. ഈ നിൽക്കുന്നവരെല്ലാം ക്യൂ ഒന്നും നിൽക്കാതെ ഉടായിപ്പി കയറാൻ നിൽക്കുന്നവരാണ്. കാര്യം ഇനിയിപ്പം അയ്യപ്പന്മാരെല്ലാം തൊഴുതെല്ലാം ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ മൊത്തവും ആളും ബഹളവും ഒക്കെ ആകും. അന്നേരം ഇങ്ങനെ വന്ന് നിൽക്കുന്ന അയ്യപ്പന്മാരുടെയും തിരക്കും കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ആൾക്കാരെ കയറ്റി വിടും. അതുവഴിയാണ്.
ഇന്ന് ചിങ്ങം 1-ാം തീയതി നേരം വെളുപ്പിന് 5 മണിക്ക് ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 5:10 അതിനപ്പുറമായിട്ടില്ല. അതിഭയങ്കര തിരക്കാണ്. കാണാണ്ടോ, സ്വാമിയേ ശരണമയ്യപ്പ. ആഴിയിലേക്ക് ഓരോരുത്തർ നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് ഇടുന്നു. പലർക്കും ഈ ആഴി എവിടെയാണെന്ന് അറിയത്തില്ല. സ്വാമിയേ ശരണമയ്യപ്പ. അരവണ വാങ്ങാൻ ഇപ്പോൾ ആളൊന്നുമില്ല. ഇപ്പോൾ സ്വാമിമാരെല്ലാം കയറി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ അരവണ വാങ്ങുന്ന ആ ഭാഗം മൊത്തവും നിറഞ്ഞ് ഫില്ലാകും. നമ്മൾ അകത്തോട്ട് കയറി ഇടത്തെ സൈഡിൽ നാളികേരം ഉടക്കുന്ന ആ ഭാഗമാണ്. സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. നാളികേരം ഉടയ്ക്കാൻ ഒന്നുകൂടെ എളുപ്പവും അങ്ങേ സൈഡാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ അകലെ കൂടുതലും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗകര്യം പോലെ എറിഞ്ഞ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. സ്വാമി ശരണമയ്യപ്പ. ഇതിനെ കാണാൻ ക്യൂ ഇങ്ങനെ നിൽക്കുക. കുറച്ച് പേര് ഇപ്പുറത്ത് കൂടി നിൽക്കുന്നത് അവിടെ പോലീസുകാരുണ്ട്, കയറ്റി വിടത്തില്ല. മെയിൻ ക്യൂവിൽ നിൽക്കാതെ വന്ന് നിൽക്കുന്നവരാണ്. കുറേ നേരം സാറേ സാറേ എന്ന് വിളിക്കുമ്പം അവർ തുറന്നു വിടും.